ഇത് 2014 മോഡലാണ്. സ്വിഫ്റ്റ് VXi പെട്രോൾ ആണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഈ വണ്ടി ഉള്ളത്. 55,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇത് വരുമ്പോൾ 2022 ലാസ്റ്റ് 7 സീറ്റ് ട്രൈബർ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. പെട്രോൾ ആണ്. അത്യാവശ്യം ഒരു വലിയ പവർ, നമുക്ക് 1 ലിറ്ററാണ് ഈ വണ്ടി വരുന്നത്. ഇത് വന്നിട്ട് 2015 ഹോണ്ട അമേസ് പെട്രോൾ ആണ്. ഓണർഷിപ്പ് തേർഡാണ്. 76,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. 2,95,000 രൂപയ്ക്ക് വണ്ടി നമുക്ക് കൊടുക്കാം. ഇത് വന്നിട്ട് 2022 മോഡൽ ഓൾട്ടോ കേട്ടൺ VXi മാനുവൽ ആണ് വണ്ടി. 40,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പിലാണ് ഈ വണ്ടി ഉള്ളത്. ഹായ് ഫ്രണ്ട്സ്, അനൂപാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിപ്പോൾ ഇന്ന് വന്നേക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി എന്ന് പറഞ്ഞ ഭാഗത്തുള്ള യാംസ് കാസിനകത്താണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഒരു നല്ല ക്വാളിറ്റി കാറുകൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. എപ്പോൾ വന്നാലും അത്തരത്തിലുള്ള നല്ല നല്ല വണ്ടികൾ കിടക്കുന്ന ഒരു ഷോപ്പാണ്. പിന്നെ എക്സ്ചേഞ്ചോ അങ്ങനെ വല്ലതും വന്നിട്ട് പഴയ വണ്ടി, ഇപ്പോൾ പഴയ വാഗണർ 2008, 9 ഓൾട്ടോ അങ്ങനെയൊക്കെയുള്ള വണ്ടികൾ വല്ലപ്പോഴും ഒക്കെ കാണാറുണ്ട്. അല്ലാതെ സ്ഥിരം അത്തരത്തിലുള്ള വണ്ടികൾ കിടക്കുന്ന ഒരു ഷോപ്പല്ല. ഒരുവിധം ഒരു 3 ലക്ഷം അല്ലെങ്കിൽ ഒരു 2.5 ലക്ഷം തൊട്ട് മുകളിലോട്ട് നോക്കാവുന്നവർക്കൊക്കെ എടുക്കാൻ കൊള്ളാവുന്ന നല്ല വണ്ടികൾ കിടക്കുന്ന അത്യാവശ്യം മാന്യ വിലയിൽ വണ്ടികൾ വിൽക്കുന്ന ഒരു ഷോപ്പാണ്. അപ്പം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല നല്ല വണ്ടികൾ ഇവിടുന്ന് നിങ്ങൾക്ക് ഓണം പ്രമാണിച്ച് കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ വീഡിയോ ആരംഭിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പോൾ ഇവിടുത്തെ ഓണം സ്റ്റോക്സ് എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കിയിട്ട് വരാം. ഓണാശംസകൾ. ഓണാശംസകൾ. എങ്ങനെയുണ്ട്? പുതിയ സ്റ്റോക്ക് ഒരുപാട് വണ്ടികളാണല്ലോ കയറ്റിയേക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഓണം സംബന്ധിച്ചിട്ട് ഈ വില കുറവുള്ള വണ്ടികൾ കുറച്ച് കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു മീഡിയം റേഞ്ചിൽ നിൽക്കുന്ന കുറേ അധികം വണ്ടികളുണ്ട്. അപ്പോൾ ഏകദേശം എത്ര രൂപയുള്ള വണ്ടികളാണ് കിടക്കണം? ഇപ്പോൾ ഇവിടെ ടോപ്പിൽ നിൽക്കുന്ന 7.5 ലക്ഷം രൂപ മാക്സിമം ബഡ്ജറ്റിൽ നിൽക്കുന്ന, എന്നാൽ 1 ലക്ഷം രൂപയ്ക്ക് അകത്തുള്ള വണ്ടികളും നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആണ്. അതെ, ഓക്കെ. നമ്മുടെ ഈ സ്ഥാപനം കറക്റ്റ് എവിടെയാണെന്ന് പറഞ്ഞു? ഇത് കറക്റ്റായിട്ട് പറഞ്ഞാൽ കരുനാഗപ്പള്ളി പുതിയ കാവും പുത്തൻതെരുവിനും നടുവിലായിട്ട് വരും. അതായത് പ്രോപ്പറായിട്ട് പറഞ്ഞാൽ RJ സുസുക്കി സ്കൂട്ടർ ഷോറൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം വെൻഡോ എന്ന് പറയുന്ന ഈ വണ്ടി നമുക്ക് തുടങ്ങാം. തീർച്ചയായിട്ടും നമുക്ക് തുടങ്ങാം. ഇത് 2011 വണ്ടിയാണ്. ഇപ്പോൾ റീടെസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതായത് 5 കൊല്ലത്തേക്ക് പുതിയ പേപ്പർ, അതായത് ടാക്സും ഇൻഷുറൻസും എല്ലാം പുതിയതായിട്ടുള്ള വെൻഡോ ഹൈലൈൻ ഡീസലാണ്. അതെ. ഇത് മൈലേജ് എന്താണ്? മൈലേജ് നമുക്ക് ഇതൊരു 10-18 കിട്ടും. ഡീസൽ അല്ലേ. ഇത് 1600 cc വണ്ടിയാണ്. അത്യാവശ്യം ഒരു പവർഫുൾ ഡ്രൈവൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ, വെൻഡോ യൂസ് ചെയ്യുന്നവർക്കൊക്കെ അതിനനുസരിച്ചുള്ള ആ ഒരു ഇഷ്ടമൊക്കെ ഉണ്ടാവും ഇതിൻ്റെ അകത്ത്. വണ്ടി കാണാനൊക്കെ വൃത്തിയായിട്ടിരിപ്പുണ്ട്. അത്യാവശ്യം നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. നല്ല വണ്ടിയാണ്. അതിൽ ഇഷ്യൂസ് ഒന്നുമില്ല, കംപ്ലൈൻറ്റ്സ് ഒന്നും നിലവിലില്ല. 2011 മോഡലാണ്. പുതിയ 5 കൊല്ലത്തേക്ക് നമുക്കിനി പേപ്പർ ഭാഗം നോക്കണ്ട. എത്ര ചോദ്യം? ഇത് നമുക്ക് 1,85,000 രൂപയ്ക്ക് കൊടുക്കാം കസ്റ്റമർക്ക്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് 1 ലാക്ക് ഓടിയിട്ടുണ്ട്. 1 ലാക്ക്. അപ്പോൾ ഇതിൻ്റെ മേജർ സർവീസൊക്കെ പ്രോപ്പറായിട്ട് അത്യാവശ്യം ചെയ്ത് ഉപയോഗിച്ചൊരു വണ്ടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് സ്ക്രാച്ചോ ഡെൻറ്റോ അങ്ങനെ പാച്ച് വർക്കോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. നോർമലി ടെസ്റ്റ് ചെയ്ത വണ്ടിയാണ്. ഓണർഷിപ്പ് എത്ര? ഇതിപ്പോൾ ഓണർഷിപ്പ് കറണ്ട് 4th ഓണറായിട്ട്. അതെ. ഇത് 2014 സിറ്റി ഡീസലാണ്. SV ആണ് വേരിയന്റ്. സിംഗിൾ ഓണർഷിപ്പിൽ തന്നെയാണ് ഈ വണ്ടി ഉള്ളത്. ആക്സിഡന്റോ മെക്കാനിക്കൽ ഇഷ്യൂസോ ഒന്നുമില്ല. നല്ല എല്ലാ സർവീസും ഷോറൂമിൽ തന്നെ ചെയ്ത് ഉപയോഗിച്ച നല്ലൊരു വണ്ടി. ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള, അത്യാവശ്യം മൈലേജ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കസ്റ്റമർക്ക് നമുക്ക് 4 ലക്ഷം രൂപയോളം ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സെഡാൻ ഡീസൽ വണ്ടി. ഇത് മൈലേജ് എങ്ങനെ ആയിരിക്കും? ഇത് ഉറപ്പായിട്ട് ഇതിന് 20 എബോവ് മൈലേജ് ഷുവറാണ്. 22 ഒക്കെ അതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഒരു റീപ്ലേസ്മെന്റും ഇല്ല, മെക്കാനിക്കൽ ഇഷ്യൂസ് ഒന്നുമില്ല. നല്ല വണ്ടി. 4 ലക്ഷം രൂപയോളം നമുക്ക് ഇതൊരു നല്ലൊരു കസ്റ്റമർക്ക് ഫിനാൻസ് എടുത്ത് നോർമലി കൊടുക്കാൻ പറ്റും. പിന്നെ ഡിപ്പെൻസ് അവരുടെ പ്രൊഫൈൽ പോലെ ഇരിക്കും. ടയേഴ്സ് ഒക്കെ കൊള്ളാം. അത്യാവശ്യം നല്ല ടയറും കിടപ്പുണ്ട്. വേറെ അപാകതകൾ പറയാനൊന്നുമില്ലല്ലോ? ഒരു അപാകതയില്ല. നല്ല വണ്ടിയാണ്. എത്ര ചോദ്യം? ഇത് നമുക്ക് വണ്ടി ഫൈനൽ 4,85,000 രൂപയ്ക്ക് കൊടുക്കാം. 85,000 രൂപ മുടക്കാൻ ശേഷിയുള്ള ഒരു കസ്റ്റമർക്ക് നല്ലൊരു ഡീസൽ സെഡാൻ വെഹിക്കിൾ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് വരുമ്പോൾ 2022 ലാസ്റ്റ് 7 സീറ്റ് ട്രൈബർ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. പെട്രോൾ ആണ്. അത്യാവശ്യം ഒരു വലിയ പവർ, നമുക്ക് 1 ലിറ്ററാണ് ഈ വണ്ടി വരുന്നത്. ഒരു 7 സീറ്റർ വണ്ടി, മാക്സിമം ഫുൾ ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു 7 സീറ്റർ വണ്ടി. 32,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പിലാണ് ഈ വണ്ടി ഉള്ളത്. നല്ല പ്രൊഫൈലുള്ളൊരു കസ്റ്റമർക്ക് 5.5 ലക്ഷം രൂപയോളം ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന, വെറും 15,000 രൂപ മുടക്കാൻ ശേഷിയുള്ള കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു 7 സീറ്റർ വണ്ടി. 5,65,000 രൂപയാണ് വണ്ടിയുടെ വില. ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ ഒരുപോലെ ക്വാളിറ്റിയുള്ള
നല്ല വണ്ടി, ഷോറൂമിൽ തന്നെ സർവീസ് ചെയ്ത് യൂസ് ചെയ്തൊരു വണ്ടി. 2022 ലാസ്റ്റാണ് മോഡൽ. വേറെ അപാകതകൾ പറയാനൊന്നുമില്ല? ഒരു അപാകതയില്ല, നീറ്റ് ആൻഡ് ക്വാളിറ്റിയാണ്, കാണാവുന്നതേ ഉള്ളൂ. ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ ഒരുപോലെ ക്വാളിറ്റിയാണ്. ഇതാ കമ്പനി വന്ന ആ പെയിന്റിൽ നിൽക്കുന്നതാണ്, പോളിഷ് പോലും ചെയ്തിട്ടില്ല. എത്ര ഉണ്ട് ഇറക്കാൻ പറ്റിയ വണ്ടി? 15,000 രൂപേൻ്റെ ഇറക്കാം ഷുവറായിട്ടും. ഓക്കെ, നമ്മളെ ചോദിക്കുന്ന 5,65,000 രൂപയാണ് വണ്ടിയുടെ വില. 5.5 ലക്ഷം രൂപയോളം നോർമലി നമുക്ക് ഫിനാൻസ് കിട്ടും. ഇത് വരുമ്പോഴത്തേക്ക് 2016 ലാസ്റ്റ് BRV ഓട്ടോമാറ്റിക് ആണ്, പെട്രോള്. ഇതൊരു 7 സീറ്റർ ആണ്. ഇതിന് നമുക്ക് 5 ലക്ഷം രൂപയോളം ഫിനാൻസ് കിട്ടും. സിംഗിൾ ഓണർഷിപ്പിലാണ് ഈ വണ്ടി ഉള്ളത്. ആക്സിഡൻറ്റോ മെക്കാനിക്കൽ ഇഷ്യൂസ് ഒന്നുമില്ല. ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ ഇതും നല്ല ക്വാളിറ്റി തന്നെയാണ് വണ്ടി. 7 സീറ്റർ ആണെങ്കിലും ഇതും ഓട്ടോമാറ്റിക് ആണ്, പെട്രോള്. മൈലേജ് ഒക്കെ ഒരു 12, 13, 14 ഒക്കെ മൈലേജ് ആവറേജ് കിട്ടുന്ന ഹോണ്ടയുടെ ഒരു 7 സീറ്റർ വണ്ടി. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒരു റീപ്ലേസ്മെൻറ്റും ഇല്ല. വണ്ടി എല്ലാ സർവീസും ഷോറൂമിൽ തന്നെ യൂസ് ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. ടയേഴ്സ് കൊള്ളാം, പുത്തൻ ടയേഴ്സാണ്, നല്ലൊരു അലോയ് വീൽസ് കിടപ്പുണ്ട്. എത്ര ചോദ്യം? ഈ വണ്ടി നമുക്ക് 5,65,000 രൂപയ്ക്ക് കൊടുക്കാം. 5 ലക്ഷം രൂപയോളം ഈ വണ്ടിക്ക് നോർമലി ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ്. ഇത് ടോപ്പ് വേരിയന്റ് ആണ്, VX-ലാണ്. VX-ൽ ഓട്ടോമാറ്റിക് പെട്രോൾ 7 സീറ്റർ. 5 ലക്ഷം രൂപയോളം നല്ല പ്രൊഫൈലുള്ള ഒരു കസ്റ്റമർക്ക് നമുക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഹോണ്ടയുടെ 7 സീറ്റർ വണ്ടി. ഇത് വരുമ്പോഴത്തേക്ക് 2020, അതായത് 2019 12 മാസം പോളോ ഹൈലൈൻ പ്ലസ് ആണ്. MPI ഹൈലൈൻ പ്ലസ് സിംഗിൾ ഓണർ, 30,000 കിലോമീറ്ററോട് ഇരിക്കുന്ന വണ്ടിയാണ്. ഈ വണ്ടിയുടെ വില കിലോമീറ്റർ ജെനുവൻ കിലോമീറ്റർ ഗ്യാരണ്ടിയാണ്. ഇപ്പം നമ്മളിങ്ങനെ പറയുമെങ്കിലും ഇതിൻ്റെയൊക്കെ സർവീസ് റെക്കോർഡ്സ് ഇപ്പോൾ ഈ വണ്ടി നമ്പർ ചെന്ന് ഏതെങ്കിലും ഒരു ഷോറൂമിൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്കിതിനകത്ത് കള്ളവോ ചതിയോ അങ്ങനെയുള്ള കാര്യമൊന്നുമില്ല. ജെന്യുവനായിട്ടുള്ള കാര്യങ്ങൾ പറയും. ആവശ്യമുള്ള വിശ്വാസമുള്ള കസ്റ്റമേഴ്സ് വന്ന് വണ്ടി എടുക്കും. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ കുറേ വണ്ടികൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പകുതിയിലധികം വണ്ടികൾ നമ്മൾ വിറ്റ് പോയിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ടൊരു 2-3 വണ്ടി ഞാൻ കണ്ടോളൂ ആവർത്തനമായിട്ട്. അതെ, ബാക്കിയെല്ലാം പോയിട്ടുണ്ട്. എത്ര ചോദ്യം? എത്ര? ഈ വണ്ടിയുടെ വില 6,95,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 1 രൂപ പോലും ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ ഈ വണ്ടി നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും. അത്യാവശ്യം ഒരു പവർഫുൾ ഡ്രൈവൊക്കെ ഇഷ്ടപ്പെടുന്ന, അതായത് ഫോക്സ് വാഗന്റെ പോളോ ഇഷ്ടപ്പെടുന്ന കസ്റ്റമർക്ക് വിശ്വസിച്ച് നമുക്കൊരു വണ്ടി കൊടുക്കാൻ പറ്റും. പെട്രോൾ അല്ലേ? പെട്രോൾ ആണ്. മൈലേജ് ഒക്കെ ഇതിനൊരു 15 ഒക്കെ മാക്സിമം ആയിരിക്കും. അത്യാവശ്യം പവറുള്ള വണ്ടിയല്ലേ. ഇത് വരുമ്പോഴത്തേക്ക് 2024 വാഗണർ 1.2 ലിറ്റർ ZXi മാനുവൽ വണ്ടിയാണ്. 40,000 കിലോമീറ്ററോളം ഈ വണ്ടി ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പിൽ തന്നെയാണ് ഈ വണ്ടി ഉള്ളത്. ആക്സിഡൻറ്റോ മെക്കാനിക്കൽ ഇഷ്യൂസോ ഒന്നുമില്ല. 5 ലക്ഷം രൂപയോളം നോർമലി ഇതിന് ഫിനാൻസ് കിട്ടും. ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ ഒരുപോലെ ക്വാളിറ്റിയുള്ള, മാരുതിയുടെ അത്യാവശ്യം മോഡൽ കൂടിയ വണ്ടിയൊക്കെ നോക്കുന്ന ഒരു കസ്റ്റമർക്ക് വിശ്വസിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടി. 1.2 ലിറ്റർ ZXi ആണ് കേട്ടോ. ബാക്ക് സൈഡ് ഒക്കെ നല്ല വൃത്തിയാണ്. ടയറിൻ്റെ കണ്ടീഷനൊക്കെ അത്യാവശ്യം കൊള്ളാം. എത്ര ചോദ്യം? ഈ വണ്ടി നമുക്ക് 5,70,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 5 ലക്ഷം രൂപയോളം ഫിനാൻസ് കിട്ടും. 70,000 രൂപ മുടക്കാൻ ശേഷിയുള്ള ഒരു കസ്റ്റമർക്ക് നമുക്ക് ഈ വണ്ടി സ്വന്തമാക്കാൻ പറ്റും. ഇത് പുതിയ ഷേപ്പ് ക്രെറ്റ അല്ലേ? അതെ, ഇത് 2020 മോഡല് ക്രേറ്റയാണ്. പുതിയ ഷേപ്പാണ്. ഇത് പെട്രോൾ ആണ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പിൽ തന്നെയാണ് ഈ വണ്ടി ഉള്ളത്. ഇത് നമുക്ക് ഫുൾ ഫിനാൻസ് ചെയ്ത് ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. 1 രൂപ പോലും വേണ്ട. 1 രൂപ പോലും വേണ്ട. ഇതിന് വിലയും വളരെ കുറവാണ്. പക്ഷേ ഒരേ ഒരു കാര്യം മാത്രം, ഇത് കിലോമീറ്റർ അത്യാവശ്യം ഓടിയിട്ടുണ്ട്. 2 ലക്ഷം കിലോമീറ്ററോളം ഇത് ഓടിയിട്ടുണ്ട്. അത്യാവശ്യം അവർക്കൊരു അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള ഒരു ഓട്ടോ ഒക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം അതർ സ്റ്റേറ്റ് ഒക്കെ ഓടിയ വണ്ടിയാണ്. പക്ഷേ ക്വാളിറ്റിയാണ് വണ്ടി. ഈ വണ്ടി നമുക്ക് 5,70,000 രൂപയ്ക്ക് വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. 6 ലക്ഷം രൂപയോ 7 ലക്ഷം രൂപയോ നമുക്ക് ഈ വണ്ടിക്ക് ഫിനാൻസ് കിട്ടും. അങ്ങനെയുള്ളൊരു വണ്ടി. കിലോമീറ്റർ അത്യാവശ്യം ഇത്തിരി ഓടിയെങ്കിലും അത് വിഷയമില്ല എന്ന് ഉള്ള ഒരു കോൺസെപ്റ്റ് ഉള്ള ഒരു കസ്റ്റമർക്ക് നമുക്ക് ഫുൾ ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ന്യൂ ഷേപ്പ് ക്രെറ്റ പെട്രോൾ. വണ്ടി കാണാനൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്, അതൊന്നും കുഴപ്പമില്ല. ഇത് മൈലേജ് എന്താണ്? പെട്രോൾ വേരിയന്റ് അല്ലേ, ഒരു 14-15 ഒക്കെ കിട്ടുമായിരിക്കും. ഈ ഡുവൽ ടോൺ വന്നപ്പോഴേ ഉള്ളതാണോ അതോ അത് ടോപ്പ് ബ്ലാക്ക് ചെയ്തേക്കുന്നതാണെന്നാണ് തോന്നുന്നത്. അതെ, സ്റ്റിക്കർ വർക്ക് ആണെങ്കിൽ അതെ, സ്റ്റിക്കർ വർക്കാണ്. ഇത് വരുമ്പോഴത്തേക്ക് 2016 മോഡല് സ്വിഫ്റ്റ് ഡിസയർ VDI ഓപ്ഷണൽ ഡീസൽ ആണ്. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഈ വണ്ടി ഉള്ളത്. 80,000 കിലോമീറ്ററോളം ഈ വണ്ടി ഓടിയിട്ടുണ്ട്. ആക്സിഡൻറ്റോ മെക്കാനിക്കൽ ഇഷ്യൂസ് ഒന്നുമില്ല. ഇതിൻ്റെ ഒരു ഡോർ ലെഫ്റ്റ് സൈഡിൽ ഒരു ഡോർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കസ്റ്റമർ ആണെങ്കിൽ 4 ലക്ഷം രൂപയും ഈ വണ്ടിക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും.
4,15,000 രൂപയാണ് ഈ വണ്ടിയുടെ വില. അത്യാവശ്യം ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ ക്വാളിറ്റി ഉള്ളൊരു വണ്ടി തന്നെയാണ്. 15,000 രൂപ മതി പറക്കാൻ. അതെ, ഉറപ്പായിട്ടും 4,15,000 രൂപയാണ് വണ്ടിയുടെ വില. 4 ലക്ഷം രൂപയോളം നോർമലി നമുക്ക് ഫിനാൻസ് കിട്ടും. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർക്ക് കുറച്ചുകൂടിയൊക്കെ നമുക്ക് ഫിനാൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മൾ അത്യാവശ്യം ചെയ്യാൻ പറ്റുന്നത് ആദ്യം പറയുന്നത്, പിന്നീട് നമ്മളിപ്പോൾ മാക്സിമം വെച്ച് പറയുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ പറഞ്ഞല്ലേ എന്നൊരു ചോദ്യം വരും. അതുകൊണ്ടാണ് നമ്മൾ അത്യാവശ്യം കിട്ടുന്ന ആ ഒരു എമൗണ്ട് ആദ്യം തന്നെ പറയുന്നത്. ഒരു 4,15 അല്ലേ? 4,15,000 രൂപ. 4 ലക്ഷം രൂപ നോർമലി നമുക്ക് ഫിനാൻസ് കിട്ടും. 15,000 രൂപ മുടക്കാൻ ശേഷിയുള്ള ഒരു കസ്റ്റമർക്ക് നമുക്കൊരു ഡീസൽ സ്വിഫ്റ്റ് ഡിസയർ വീഡിയോ കൊടുക്കാൻ പറ്റും. ഇത് വന്നിട്ട് 2016 നിസാൻ ഡാറ്റ്സൻ്റെ റെഡിഗോ ആണ്. ഇത് കിലോമീറ്റർ 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പക്ഷേ വണ്ടി നല്ല ക്വാളിറ്റിയാണ്. മറ്റ് കംപ്ലൈൻസോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഒന്നുമില്ല. ഈ വണ്ടി നമുക്ക് 1,40,000 രൂപയ്ക്ക് കസ്റ്റമർ കൊടുക്കാൻ പറ്റും. ഈ വണ്ടിയും 1 രൂപ പോലും ഡൗൺ പേയ്മെൻറ്റ് ഇല്ലാതെ നമുക്ക് കസ്റ്റമർ കൊടുക്കാൻ പറ്റും. 1.5 ലക്ഷം രൂപയോളം നോർമലി ഈ വണ്ടിക്ക് നമുക്ക് ഫിനാൻസ് കിട്ടും. സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഈ വണ്ടി ഉള്ളത്. ആക്സിഡൻറ്റോ മെക്കാനിക്കൽ ഇഷ്യൂസോ ഒന്നുമില്ല. ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നോക്കിയാൽ കാണാം, നല്ല ക്വാളിറ്റിയാണ്. ഇത് പെട്രോളോ ഡീസൽ? പെട്രോളാണ് ഈ വണ്ടി. കമ്പാരിറ്റീവ്ലി നമ്മൾ ഓൾട്ടയായിട്ടൊക്കെ നോക്കുമ്പോഴത്തേക്ക് അത്രത്തോളം പൈസ ഇല്ലെങ്കിലും അതിനോടൊക്കെ കിടപിടിക്കുന്ന ഒരു വണ്ടി തന്നെയാണ്. മൈലേജോ? മൈലേജ് 800 cc ആണ് ഈ വണ്ടി. ഒരു 10, 18, 20 മൈലേജും കിട്ടും. ഇത് വന്നിട്ട് 2013 ഹോണ്ട ബ്രിയോ പെട്രോൾ ആണ്. തേർഡ് ഓണർഷിപ്പിലാണ് ഈ വണ്ടി ഉള്ളത്. ഈ വണ്ടിയുടെ വില 2,20,000 രൂപയ്ക്ക് വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. എന്ത് ഓടി? 70,000 കിലോമീറ്ററേ വണ്ടി ഓടിയിട്ടുള്ളൂ. തേർഡ് ഓണർഷിപ്പ് ആണെങ്കിലും ഒരു 6-7 കൊല്ലം ഒരു കസ്റ്റമർ തന്നെ യൂസ് ചെയ്ത വണ്ടിയാണ്. ജെന്യൂൻ കിലോമീറ്റർ ആണ്. ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ ക്വാളിറ്റിയാണ്. അഡീഷണൽ അലോയ് വീൽസ് ആഡ് ചെയ്തിട്ടുണ്ട്. വേറെ നിലവിൽ മറ്റ് കംപ്ലൈൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. 1,75,000 രൂപയോളം നമുക്ക് ഫിനാൻസ് കിട്ടും. 50,000 രൂപ, ഒരു 45,000 രൂപ മുടക്കാൻ ശേഷിയുള്ള കസ്റ്റമർക്ക് നല്ലൊരു ഹാച്ച് ബാക്ക്, നല്ലൊരു വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. മാനുവൽ ട്രാൻസ്മിഷൻ ആണ്, ഓട്ടോമാറ്റിക് അല്ല. മൈലേജോ? മൈലേജ് ഒക്കെ ഒരു 15-16 കിട്ടും. പെട്രോൾ അല്ലേ. എന്നാൽ 2030 വരെ പേപ്പറുള്ള ഹോണ്ട CVT ഓട്ടോമാറ്റിക് വണ്ടിയാണ്. സെഡാൻ ഓട്ടോമാറ്റിക്. 90,000 സംതിങ് കിലോമീറ്റർ ഇത് ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഈ വണ്ടി ഉള്ളത്. സെഡാൻ ഓട്ടോമാറ്റിക് ആണ്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള, കിലോമീറ്റർ ജെന്യൂനായിട്ടുള്ള ഒരു വണ്ടി. ഓട്ടോമാറ്റിക് ആണ് വണ്ടി. ഇതിന് ഫിനാൻസ് ലഭ്യമല്ല. നമുക്ക് 2,35,000 രൂപയ്ക്ക് വണ്ടി നമുക്ക് കസ്റ്റമർ കൊടുക്കാൻ പറ്റും. ഫിനാൻസ് കിട്ടുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എന്നാൽ ഹോണ്ടയുടെ ഒരു സെഡാൻ ഓട്ടോമാറ്റിക് വണ്ടി നമുക്ക് ഈ വിലയ്ക്കൊക്കെ ഒരു അഫോർഡബിൾ പ്രൈസ് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. സെഡാൻ ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ് വണ്ടി. ഇത് പെട്രോൾ ഡീസൽ? പെട്രോൾ ഓട്ടോമാറ്റിക്. മൈലേജ്? മൈലേജ് ഒക്കെ ഓട്ടോമാറ്റിക് വണ്ടിയല്ലേ, ഒരു 13-14 കിട്ടും, അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് വരുമ്പോഴത്തേക്ക് 2009, 2029 വരെ പേപ്പറുള്ള ഓൾട്ടോ LX ആണ് കേട്ടോ. പവർ സ്റ്റിയറിംഗ് വരത്തില്ല. എന്നാൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടി തുടങ്ങിക്കഴിഞ്ഞാൽ പവർ സ്റ്റിയറിംഗിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അത്യാവശ്യം ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ ക്വാളിറ്റിയുള്ള 2029 വരെ പേപ്പറുള്ള 80,000 രൂപയ്ക്ക് ഒരു കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി. ഏകദേശം ഇനി നമുക്ക് 3.5 വർഷത്തോളം പേപ്പറുണ്ട്. 80,000 രൂപയാണ് ഈ വണ്ടിയുടെ വില. പാച്ച് വർക്കോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ചെറിയ ഒരു ഉരവ് ഉണ്ട് എന്നല്ലാണ്ട് മെക്കാനിക്കലി പക്കയാണ്. ഈ കിലോമീറ്റർ ജെന്യൂനാണ്, അത് ഷുവറാണ്. 80,000 കിലോമീറ്ററിനകത്ത് ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. നേരിട്ട് അറിയാവുന്ന വണ്ടിയാണോ? എനിക്ക് പേഴ്സണലി അറിയാവുന്ന വണ്ടിയാണ്. ഞാൻ വേറൊരു വണ്ടിയായിട്ട് എക്സ്ചേഞ്ച് എടുത്ത വണ്ടിയാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യമുള്ള വണ്ടിയല്ലേ? ഇത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന വണ്ടിയാണ്. ഇതിന്റെ RC ബുക്ക് നമുക്ക് കസ്റ്റമർ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് നമുക്ക് കസ്റ്റമേഴ്സ് വന്നായിരുന്നു. ഈ ലോ കിലോമീറ്റർ വണ്ടി ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഇതിന് എൻക്വയറി ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് നമുക്ക് ഇത് സെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇത് 2015 ആണ്. റിറ്റ്സ് VXI തേർഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. പക്ഷേ 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഷോറൂം സർവീസാണ്. ആക്സിഡൻറ്റോ മെക്കാനിക്കൽ ഇഷ്യൂസോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് ആൻഡ് ക്വാളിറ്റിയാണ് വണ്ടി. ഒരു കംപ്ലൈൻസില്ല. ഈ റിറ്റ്സൊക്കെ അത്യാവശ്യം ഇഷ്ടപ്പെടുന്ന കുറേയധികം കസ്റ്റമേഴ്സ് ഉണ്ട്. അവർക്കൊക്കെ ലോ കിലോമീറ്റർ വണ്ടി നോക്കി നടക്കുന്നവർക്കൊക്കെ 100% വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 3,25,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. 2.5 ലക്ഷം തൊട്ട് 2.25 ലക്ഷം രൂപ വരെ അതിന് ഫിനാൻസ് കിട്ടും. 50,000 രൂപ മുടക്കാൻ ശേഷിയുള്ള കസ്റ്റമർക്ക് നല്ലൊരു റിറ്റ്സ് VXI വണ്ടി സ്വന്തമാക്കാൻ പറ്റും. ഇപ്പം അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഏത് കസ്റ്റമർക്ക് വേണമെങ്കിലും നമുക്ക് വന്ന് വണ്ടി എടുക്കാവുന്നതാണ്, കൊടുക്കാവുന്നതാണ്. ഇത് വന്നിട്ട് 2015 ഹോണ്ട അമേസ് പെട്രോൾ ആണ്. ഓണർഷിപ്പ് തേർഡാണ്. 76,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്.
2,95,000 രൂപയ്ക്ക് വണ്ടി നമുക്ക് കൊടുക്കാം. 2.5 ലക്ഷം രൂപയോളം നോർമലി ഫിനാൻസ് കിട്ടുന്ന ഈ വണ്ടി 45,000 രൂപ മുടക്കാൻ ശേഷിയുള്ള ഒരു കസ്റ്റമർക്ക് നമുക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. 76,000 കിലോമീറ്റർ ജെനുവിനാണ്. 3ാമത്തെ ഓണറാണെന്നേ ഉള്ളൂ. വണ്ടി നല്ല ക്വാളിറ്റിയാണ്. ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ ഒരുപോലെ ക്വാളിറ്റിയുള്ള വണ്ടി. 2015 മോഡല്. 3rd ഓണർഷിപ്പാണ്. 2.5 ലക്ഷം രൂപയോളം നമുക്ക് ഫിനാൻസ് ചെയ്ത് 45,000 രൂപ മുടക്കാൻ ശേഷിയുള്ള ഒരു കസ്റ്റമർക്ക് നല്ലൊരു സെഡാൻ ഹോണ്ട അമേസ് മാനുവൽ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. 4 ടയറും പുതിയതാണ്. ഇൻഷുറൻസ് പുതിയതാണ്. പെട്രോളാണ്. അതെ, മൈലേജ് 15-നകത്ത് മാക്സിമം. അതെ, 1.4 ആണ് വണ്ടി. ഇത് വരുമ്പോഴത്തേക്ക് 2016 മോഡല് സ്വിഫ്റ്റ് ഡിസയർ ഓട്ടോമാറ്റിക് ആണ്. 1 ലക്ഷം കിലോമീറ്ററോളം ഈ വണ്ടി ഓടിയിട്ടുണ്ട്. 2nd ഓണർഷിപ്പിലാണ് ഈ വണ്ടി ഉള്ളത്. അത്യാവശ്യം ഓട്ടോമാറ്റിക് മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി നോക്കുന്ന ഒരു കസ്റ്റമർക്ക് വിശ്വസിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടി. 1 ലക്ഷം കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട്. എല്ലാ സർവീസും ഷോറൂമിൽ തന്നെ ചെയ്തിരിക്കുന്ന നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. 4,70,000 രൂപയ്ക്ക് വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. പ്രൊഫൈലുള്ള അത്യാവശ്യം നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർക്ക് 4 ലക്ഷം രൂപയോളം നമുക്ക് ഫിനാൻസ് കിട്ടും. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർക്ക് ഫുൾ ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന സ്വിഫ്റ്റ് ഡിസയർ ZDI ഓട്ടോമാറ്റിക് ആണ് വണ്ടി. ചോദ്യം 4,70,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. ഇത് 2017 മോഡല് വാഗണർ VXI പ്ലസ് ആണ് വണ്ടി. ഓണർഷിപ്പ് 3rd ആണ്. 70,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ് വണ്ടി. ആക്സിഡൻറ്റോ മെക്കാനിക്കൽ ഇഷ്യൂസോ ഒന്നുമില്ല. 3rd ഓണർഷിപ്പ് ആണെന്നുള്ളൊരു ഒറ്റ കേസേ ഉള്ളൂ. എല്ലാ സർവീസും ഷോറൂമിൽ തന്നെ ചെയ്ത് ഉപയോഗിച്ച VXI പ്ലസ് വേരിയൻ്റ് വണ്ടിയാണ്. ഈ വണ്ടി നമുക്ക് 3,70,000 രൂപയ്ക്ക് കൊടുക്കാം. അത്യാവശ്യം പ്രൊഫൈലുള്ള കസ്റ്റമർക്ക് 3 ലക്ഷം രൂപയോളം നമുക്ക് ഫിനാൻസ് ചെയ്ത് 75,000 രൂപ മുടക്കാൻ ശേഷിയുള്ള കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല ഒരു VXI പ്ലസ് വാഗണർ. 3,75,000. അതെ, 3 ലക്ഷം രൂപ നോർമലി നമുക്ക് ഫിനാൻസ് കിട്ടും. 75,000 രൂപ മുടക്കാൻ ശേഷിയുള്ള കസ്റ്റമർക്ക് നമുക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വാഗണർ VXI മാനുവലാണ് കേട്ടോ. ഇത് 2017 മാനുഫാക്ചർ 19 രജിസ്ട്രേഷൻ നിസാൻ ഡാറ്റ്സൺ റെഡിഗോ ആണ്. ഇത് 63,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2nd ഓണർഷിപ്പിലാണ് ഈ വണ്ടി ഉള്ളത്. അത്യാവശ്യം ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ ക്വാളിറ്റി ഉള്ള മെക്കാനിക്കൽ ഇഷ്യൂസോ മറ്റ് കംപ്ലയിൻസ് ഒന്നും ഇല്ലാത്ത നല്ലൊരു വണ്ടി. 1,95,000 രൂപയ്ക്ക് വണ്ടി നമുക്ക് കസ്റ്റമർ കൊടുക്കാൻ പറ്റും. ഈ വണ്ടി 1 രൂപ പോലും മുടക്കാതെ കസ്റ്റമർക്ക് എടുക്കാൻ പറ്റും. ഇതിന് ഫുൾ ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ്. 1,95,000 രൂപയാണ് ഈ വണ്ടിയുടെ വില. ഈ ടയർ മോശമുള്ളത് മാറിക്കൊടുക്കുമോ? ആവറേജ് ടയേഴ്സേ ഉള്ളൂ. മാറിക്കൊടുക്കാനുള്ള ഗ്യാപ്പൊന്നുമില്ല. നമ്മൾ കൊടുക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം റേറ്റ് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ കിടക്കുന്ന കണ്ടീഷൻ? അതെ, ടയറൊക്കെ ആവറേജ് ടയറേ ഉള്ളൂ ഇതിൻ്റെ. ഓക്കെ, ഈ റീപ്ലേസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. ഇല്ല. ഇത് വന്നിട്ട് 2022 മോഡൽ ഓൾട്ടോ K10 VXI മാനുവലാണ് വണ്ടി. 40,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പിലാണ് ഈ വണ്ടി ഉള്ളത്. ഇതിനും ആക്സിഡൻറ്റോ മെക്കാനിക്കൽ ഇഷ്യൂസോ ഒന്നുമില്ല. 3 ലക്ഷം രൂപയോളം ഈ വണ്ടിക്ക് നമുക്ക് ഫിനാൻസ് കിട്ടും. 3,65,000 രൂപയ്ക്ക് ഈ വണ്ടി നമുക്ക് കസ്റ്റമർ കൊടുക്കാൻ പറ്റും. 65,000 രൂപ മുടക്കാൻ ശേഷിയുള്ള കസ്റ്റമർക്ക് 3 ലക്ഷം രൂപ ഫിനാൻസ് ഇട്ട് 3,65,000 രൂപയ്ക്ക് ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. ആക്സിഡൻറ്റോ മെക്കാനിക്കൽ ഇഷ്യൂസോ ഒന്നുമില്ല. പുത്തൻ നല്ല വണ്ടിയാണ്. അതെ. ഓക്കെ, എത്ര ചോദ്യം? 3,65,000 രൂപയ്ക്ക് നമുക്കിത് കൊടുക്കാം കസ്റ്റമർക്ക്. വേറെ അപാകതകളൊന്നുമില്ല? ഒരു അപാകതയില്ല. നല്ല വണ്ടിയാണ്. ഇത് വരുമ്പോഴത്തേക്ക് 2014 മോഡല് ഹോണ്ട അമേസ് ഓട്ടോമാറ്റിക് ആണ്. ഈ വണ്ടി 3rd ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. 60,000-അടുപ്പിച്ച് ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. കരുനാഗപ്പള്ളി RT ഓഫീസിൽ തന്നെ 6 കൊല്ലമായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു കസ്റ്റമർ യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. ആക്സിഡൻറ്റോ മെക്കാനിക്കൽ ഇഷ്യൂസോ ഒന്നുമില്ല. ഇത് വീല് ഓട്ടോമാറ്റിക് ആണ് വണ്ടി. പെട്രോളാണ്. 2,90,000 രൂപയാണ് ഈ വണ്ടിയുടെ വില. 2.5 ലക്ഷം രൂപ ഈ വണ്ടിക്കും ഫിനാൻസ് കിട്ടും. 45,000 രൂപ മുടക്കാൻ ശേഷിയുള്ള ഒരു കസ്റ്റമർക്ക് നമുക്കൊരു ഓട്ടോമാറ്റിക് ഹോണ്ടയുടെ അമേസ് സെഡാൻ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. 2.5 ലക്ഷം രൂപയോളം ഈ വണ്ടിക്ക് നമുക്ക് ഫിനാൻസ് ഇട്ട് കൊടുക്കാൻ പറ്റും. ഇത് വന്നിട്ട് 2014 മോഡൽ സ്വിഫ്റ്റ് VDI ആണ്. ഡീസൽ. 2nd ഓണർഷിപ്പിലാണ് ഈ വണ്ടി ഉള്ളത്. ആക്സിഡൻറ്റോ മെക്കാനിക്കൽ ഇഷ്യൂസോ ഒന്നുമില്ല. അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന നല്ലൊരു വണ്ടി. ഈ വണ്ടി 3,70,000 രൂപയ്ക്ക് നമുക്ക് കസ്റ്റമർ കൊടുക്കാം. 3.5 ലക്ഷം രൂപയോളം ഈ വണ്ടിക്കും ഫിനാൻസ് കിട്ടും. ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ പക്കാ ക്വാളിറ്റിയാണ്. ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ മെക്കാനിക്കൽ ഇഷ്യൂസോ ഒന്നുമില്ല. നല്ല വണ്ടി. അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടുന്ന നല്ലൊരു വണ്ടി തന്നെയാണ്. എത്ര ചോദ്യം? എത്ര? 3,70,000 രൂപ.
റീപ്ലേസ് ഒന്നുമില്ലല്ലോ? റീപ്ലേസ് ഒന്നുമില്ല, എല്ലാ സർവീസും ഷോറൂമാണ്. 2014 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടിയുള്ളത്. ഇത് 2014 മോഡലാണ്, സ്വിഫ്റ്റ് VXI പെട്രോളാണ്, സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഈ വണ്ടി ഉള്ളത്. 55,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ മെക്കാനിക്കൽ ഇഷ്യൂസോ ഒന്നുമില്ല. ഷോറൂം സർവീസ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 3,60,000 രൂപയ്ക്ക് ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. 3 ലക്ഷം രൂപയോളം ഈ വണ്ടിയും നമുക്ക് ഫിനാൻസ് കിട്ടും. അത്യാവശ്യമല്ല, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ്. പെട്രോളാണ് വണ്ടി. ഈ വണ്ടിക്ക് വേറെ പറയാൻ അപാകതകൾ എന്തെങ്കിലും? ഒരു അപാകതയില്ല. അത്യാവശ്യം ഒരു 80% ടയറുണ്ട്. ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല ക്വാളിറ്റിയാണ്. ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഇല്ല. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. എല്ലാ സർവീസും ഷോറൂമിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന വണ്ടി തന്നെയാണ്. ഇത് വന്നിട്ട് 2008, 2029 വരെ പേപ്പറുള്ള ഹുണ്ടായി ഗറ്റ്സ് ആണ്. ഇത് ഡീസലാണ് കേട്ടോ വണ്ടി. സിംഗിൾ ഓണർഷിപ്പിൽ തന്നെയാണ് ഈ വണ്ടി ഉള്ളത്. ആക്സിഡൻറ്റോ മെക്കാനിക്കൽ ഇഷ്യൂസോ പാച്ച് വർക്കോ ഒരു കാര്യങ്ങളും ഇല്ല. നല്ല വണ്ടി. ഇതിന് 24ഓളം മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. 1,20,000 രൂപയ്ക്ക് വണ്ടി നമുക്ക് കസ്റ്റമർ കൊടുക്കാൻ പറ്റും. എന്തോ ഓടി? ഒരു ആക്സിഡന്റ് ഹിസ്റ്ററി മെക്കാനിക്കൽ ഇഷ്യൂസ് ഒന്നുമില്ല. 1 ലക്ഷം കിലോമീറ്ററിനടുത്ത് ഇത് ഓടിയിട്ടുണ്ട്. ഷോറൂം സർവീസ് ആണ്. സിംഗിൾ ഓണറാണ് വണ്ടി. അഡീഷണൽ അലോയ് വീൽസ് ഇട്ടിട്ടുണ്ട്. 2 ടയർ ഇത്തിരി ഒരു ആവറേജ് കണ്ടീഷനേ ഉള്ളൂ. നല്ല വണ്ടി. മൈലേജ് ഷുവറാണ്. 24 പക്ക കിട്ടുന്ന വണ്ടി. പറയാൻ വേറെ അപാകതകൾ എന്തെങ്കിലും? ഒരു അപാകതയില്ല. സിംഗിൾ ഓണറാണ്. ഹുണ്ടായുടെ ആ സാൻഡ്രോ സെഗ്മെന്റ് ഒക്കെ വരുന്ന വണ്ടിയാണ്. പക്ഷേ ഇത് ഡീസലാണ് വണ്ടി. ഡീസൽ 20 മുകളിൽ മൈലേജ് കിട്ടുന്ന നല്ലൊരു വണ്ടി. ഇതിന്റെ ഈ മോശമാണെന്ന് പറഞ്ഞ ടയേഴ്സ് മാറി കൊടുക്കുമോ? ഇതിന്റെ ടയേഴ്സ് 2 നമുക്ക് മാറി കൊടുക്കാവുന്നതേ ഉള്ളൂ കസ്റ്റമർക്ക്. മാറി കൊടുക്കാം. അതെ. ഇപ്പോഴത്തേക്ക് 2018 മോഡല് ക്വിഡ് ഓട്ടോമാറ്റിക് ആണ്. 1 ലിറ്റർ സിംഗിൾ ഓണർഷിപ്പിലാണ് ഈ വണ്ടി ഉള്ളത്. 40,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയാണ് വണ്ടി. ഓട്ടോമാറ്റിക് ആണ്. 40,000 കിലോമീറ്റർ ഓടിയിരിക്കുന്ന ഈ വണ്ടി അത്യാവശ്യം പ്രൊഫൈലുള്ളൊരു കസ്റ്റമർക്ക് 2,70,75,000 രൂപയോളം നമുക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. 2,80,000 രൂപയാണ് ഈ വണ്ടിയുടെ വില. 10,000 രൂപ മുടക്കാൻ ശേഷിയുള്ളൊരു കസ്റ്റമർക്ക് ഒരു ഓട്ടോമാറ്റിക് ഹാച്ച് ബാക്ക് നല്ല വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. ടയേഴ്സ് കൊള്ളാം. അത്യാവശ്യം ടയേഴ്സും കിടപ്പുണ്ട്. വണ്ടി ഓവറോൾ ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ നീറ്റാണ്. വലിയ കുഴപ്പങ്ങളില്ല. ഒന്ന് സർവീസ് ചെയ്തെടുക്കണം, അത്രയേ ഉള്ളൂ. ഇക്ക ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട് ഈ ഈക്കോ, ഒമിനി അങ്ങനെയൊക്കെയുള്ള വാഹനങ്ങളുണ്ടോ? ഇപ്പൊ നമ്മുടെ കയ്യിൽ ശരിക്കും ഇപ്പൊ ഒരു വണ്ടി ഉണ്ടായിരുന്നു. ഒരു 2020 വണ്ടിയുണ്ട്. 53,000 കിലോമീറ്റർ ഓടിയത്. അത് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തേക്കുക. അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്നത് നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഇത്തിരി വൃത്തിയായിട്ട് കൊടുക്കണമല്ലോ. അതിന്റെ ഓണർഷിപ്പ് കാര്യങ്ങളെന്ന് പറയാം. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. 63,000 കിലോമീറ്റർ ഓടിയ വണ്ടി. വേറെ റീപ്ലേസ് അങ്ങനൊന്നും ഇല്ലല്ലോ? ഇല്ലല്ലോ, ഒരു റീപ്ലേസും ഇല്ല. നാളെ വരും വണ്ടി. അത് പോളിഷിട്ടേക്കും അത് വണ്ടി. അപ്പോൾ അത് വേണ്ടുന്നവർക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, ഇവിടുത്തെ ലോണിന്റെ രീതികൾ എങ്ങനെയാണെന്ന് പറയാം. ലോൺ ഫിനാൻസ് എക്സിക്യൂട്ടീവ് നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്. വരുന്നവർക്ക് അപ്പം തന്നെ അവരുടെ സിവിൽ ചെക്ക് ചെയ്ത് ലോൺ അവർക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം അതിനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. നമുക്ക് അതിനുള്ള ആൾ ഇവിടെ തന്നെ ഉണ്ട്. അല്ല, എന്തൊക്കെ രേഖകൾ കൂടി കൊണ്ടുവരണം? ഇപ്പം നമുക്ക് ഇപ്പം സ്വന്തമായിട്ട് വീടില്ലാത്തവർക്ക് ഒരു യൂസ്ഡ് വണ്ടി എടുക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് കൂടി ഉള്ള രീതി പറ. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ രേഖകളൊന്നും കയ്യിൽ കൊണ്ടുവരണമെന്നില്ല. എല്ലാവരുടെ കയ്യിലും ഇപ്പോൾ ആധാർ കാർഡും പാൻ കാർഡും ഉണ്ടാവുന്നതേ ഉള്ളൂ. ആധാറും ജസ്റ്റ് പാൻ കാർഡും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് തന്നെ അവരുടെ സിവിൽ സ്കോർ ചെക്ക് ചെയ്ത് ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ വെച്ച് തന്നെ പറയാൻ പറ്റും. അതിലുപരി ഇപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് വീടില്ല എന്നുണ്ടെങ്കിലും നമുക്ക് അവർക്ക് ലോൺ ഫെസിലിറ്റി ഉണ്ട്. അതിനുള്ള രേഖകൾ 1-2 രേഖകൾ, റെന്റൽ ചീട്ട്, അങ്ങനെയുള്ള 1-2 രേഖകൾ കൊടുത്താൽ മതി. അത്യാവശ്യം ബാങ്കിങ് ഒക്കെ ഉള്ള കസ്റ്റമർക്ക് നമുക്ക് കുറെ പേർക്ക് ഇപ്പം നമ്മൾ അടവൊന്നും തെറ്റാതെ കറക്റ്റായിട്ട് അടച്ചിട്ടുള്ള അവരുടെ അത്യാവശ്യം ട്രാക്കുള്ള ഒരു കസ്റ്റമർക്ക്, മറ്റു ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത കസ്റ്റമർക്ക് വീട് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. വാടക ചീട്ട് വെച്ചൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക. അതിനുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അവരുടെ ബാങ്കിങ് ഒക്കെ പക്കയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ. അപ്പം ഓണം ഒരു സാധാരണക്കാർക്ക് കൂടി പറ്റുന്ന രീതിയിലുള്ള വണ്ടികളെല്ലാം കയറ്റിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓണം നല്ലൊരു കച്ചവടം നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ. അത്യാവശ്യം മാന്യമായ വിലയ്ക്കുള്ള വണ്ടികളാണ് ഇന്ന് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത്. സാധാരണക്കാർക്കും എന്നാൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്കാർക്കും ഒക്കെ എടുക്കാവുന്ന നല്ല നല്ല വണ്ടികൾ കിടക്കുന്ന ഒരു ഷോപ്പാണ്. വരിക, നല്ല വണ്ടികൾ സെലക്ട് ചെയ്യുക, നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ടുവരിക, നല്ലപോലെ ചെക്ക് ചെയ്യുക, നല്ല നല്ല വണ്ടികൾ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. മറ്റൊരു ദിവസത്തെ ഓണാശംസ കൂടി നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു നല്ല വീഡിയോ കാണും വരെ ബൈ.